ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹെൽത്തി ആയിട്ടുള്ള വെജ് സൂപ്പ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെയൊന്ന് തയ്യാറാക്കുന്നത് നോക്കാം അല്ലേ. ആദ്യമായി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ വേണ്ട, മറ്റേത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് 2 വെളുത്തുള്ളി, ഒരു ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സവോള ആയാലും മതി. ചെറുതായി വഴറ്റുക. അതിനുശേഷം ആവശ്യമായ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അതിനനുസരിച്ച് ഏത് പച്ചക്കറി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കാൻ പാടില്ല. നന്നായി വഴറ്റിക്കഴിഞ്ഞാൽ വെജിറ്റബിൾസ് വെന്ത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അധികം വെന്ത് ഉടഞ്ഞു പോയാൽ സൂപ്പ് വലിയ ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. സൂപ്പിൽ ചെറുതായി നമ്മുടെ വെജിറ്റബിൾസ് കടിക്കാൻ കിട്ടുമ്പോഴാണ് ആ സൂപ്പിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അറിയാൻ കഴിയുക. അപ്പോൾ ഇതിലേക്ക് ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കുക. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. നന്നായി മിക്സ് ചെയ്യുക. ഇത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തിളപ്പിക്കാൻ. ഒരുപാട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മുട്ടയെടുത്ത് ബീറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അടിച്ചു വെച്ച മുട്ട അല്പാൽപമായി ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് കുറച്ചായിട്ട് വേണം നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കാൻ. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിശ്രിതം കുറച്ച് ഒഴിച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് ഇക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്പാൽപമായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി മെല്ലെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഏതാണ്ട് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എരിവും പുളിയും ഉപ്പും ഒക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ വെജ് സൂപ്പ് ഇതാ തയ്യാറായിരിക്കും.